നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മളൊരു നാടൻ തോരനാണ് വീണ്ടും പരിചയപ്പെടാനായിട്ട് പോകുന്നത്, ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 8-10 ചക്കക്കുരുവോളം എടുത്ത് ഇങ്ങനെ നെടുകെ തോലെല്ലാം കളഞ്ഞിട്ട് നെടുകെ കീറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പിട്ട് വേവിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 മുരിങ്ങയ്ക്ക നമ്മൾ ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നെടുകെ പിളർന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടി ചക്കക്കുരു വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കുക. പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 മുറി തേങ്ങ തിരികിയതെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ചക്കക്കുരു മുരിങ്ങയ്ക്കയും നമ്മൾ നന്നായിട്ട് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചാലും മതി. അപ്പോൾ അത് വേവിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ, ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, താളിക്കുക. എന്നതിന് ശേഷം ഒരു 1.5 സവോള സ്ലൈസ് ചെയ്തെടുക്കുക. 1.5 സവോള സ്ലൈസ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സവോളയും ചക്കക്കുരു, പച്ചമുളക്, മുരിങ്ങയ്ക്ക കൂടെ കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ 2 വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ മുരിങ്ങയ്ക്ക ചിലപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വെന്ത് പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മറ്റേ ചക്കക്കുരുവിലും മുരിങ്ങയ്ക്കയിലും വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് സവോളയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി നമ്മൾ അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടി ഒരു 1/4 മുറി തേങ്ങയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത അരപ്പായിരുന്നു അത്. അപ്പോൾ ഇനി അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ തോരൻ, ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ. ഈ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മൂമ്മ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തോരനായിരുന്നു. അപ്പം അറിയാവുന്നവരുണ്ടാകും, ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും ഇങ്ങനെ ഒരു തോരനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ നാടൻ വിഭവമായ ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ വിശ്വസിക്കുന്നു. ചക്കക്കുരുവിൻ്റെ ഒരു എന്താ പറയേണ്ട കാലമാണല്ലേ. കാരണം ചക്കക്കുരു ഷെയ്ക്ക്, ചക്കക്കുരു ഐസ്ക്രീം, എന്തൊക്കെ വിഭവങ്ങളാണ് ചക്കക്കുരു വെച്ചിട്ട് പുതുതായിട്ട് കണ്ടുപിടിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ ഒരു നാടൻ വിഭവം ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ അപ്ലോഡ് വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.